ശരീരത്തിന്റെ അലർജിക് റിയാക്ഷൻ ആണ് സാധിക്കും എന്നൊക്കെയാണ് നിങ്ങൾ പറയാ അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ആയുർവേദ വീക്ഷണം വളരെ വ്യത്യസ്ത. ഇന്നുണ്ടാവുന്ന മിക്കവാറും രോഗങ്ങളുടെ ഒക്കെ പ്രധാന അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഓവർ ഈറ്റിംഗ് തന്നെയാണ്. നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് പറ്റാത്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെ വയറ് നിറച്ച് കളറുകളും പ്രിസർവേറ്റീവുകളും കാണാൻ ഭംഗിയും പരസ്യമൊക്കെ കണ്ടു വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വാരി വിഴുങ്ങി വെട്ടി വിഴുങ്ങുക. കുറേശ്ശൊന്നല്ല കഴിക്കണേന്ന് അർത്ഥം. അതിപ്പോ ഒരു സ്റ്റാറ്റസ്, ഇന്ന പരസ്യം കണ്ട സാധനം ഞാൻ കഴിച്ചില്ലെങ്കിൽ അതൊരു കുറച്ചിലായോ എന്നൊക്കെ ഒരു ശങ്ക. നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് പറ്റാത്ത സംഗതികൾ ഒഴിവാക്കുന്നേ. അത് ഒഴിവാക്കിയാൽ തന്നെ പകുതിയിലധികം രോഗങ്ങൾ കുറഞ്ഞു വരുന്ന പറഞ്ഞാൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു അനുഭവം വെച്ച് പറയാം. കൂടുതലും ഗ്യാസ്ട്രൈറ്റിസും വയറ് സംബന്ധമായ, ദഹന സംബന്ധമായ, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ രക്തവാത സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ, ജോയിന്റ് പെയിനുകൾ, എക്സ് ആൻഡ് പെയിൻസ്, ഇത്തരക്കാരാണ് കൂടുതൽ. അപ്പൊ അതിൽ ഈ ജോയിന്റ് പെയിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇത് ഭക്ഷണം കൊണ്ടാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ സന്ധിവാതായാലും രക്തവാതായാലും അമവാതായാലും നിങ്ങൾ ഭക്ഷണം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട്